കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിലായി. CPM കണ്ണങ്കുടി ബ്രാഞ്ച് അംഗം അമൽ ആറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഞ്ജന, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളിന് ഈ കേസുമായിട്ടുള്ള ബന്ധം എന്താണ്? എവിടെ നിന്നാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസിൽ മറ്റൊരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ നേരത്തെ ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ജിതിൻ ഭാസ്കർ നിലവിൽ ജാമ്യത്തിലാണുള്ളത്. മറ്റൊരു അറസ്റ്റ് കൂടി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും ഈ ജിതിൻ ഭാസ്കർ തന്നെയാണ് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് SIT കണ്ടെത്തിയിരുന്നു. പക്ഷേ ജിതിൻ ഭാസ്കറിന്റെ ഫോൺ അത് സംസ്ഥാന ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം കൂടെ വരാനുണ്ട്. അത് ലഭ്യമാകേണ്ട താമസത്തിൽ ഏതായാലും ലഭ്യമാകാനുമുണ്ട്. അതിനിടയിലാണ് മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായത് മറ്റൊരു CPM പ്രവർത്തകൻ തന്നെയാണ്. കണ്ണങ്കുടി ബ്രാഞ്ച് അംഗമായ അമൽ ആറാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇത് വ്യാജ സ്ക്രീൻഷോട്ട് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ അമലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇയാളുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ജിതിൻ ഭാസ്കറാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിരുന്നത്. അത് ജിതിൻ ഭാസ്കർ പിന്നീട് DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണനെ കൈമാറുകയും ചെയ്തിരുന്നു. റിബേഷ് രാമകൃഷ്ണൻ അത് മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് ഈ വ്യാജ സ്ക്രീൻഷോട്ട് അത് മറ്റ് കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അത് ഇടത് ഹാൻഡിലുകളിലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും അമലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്.